തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനമായ നിർവാചൻ സദനു മുന്നിൽ ഇന്ന് നടന്നത് രാജ്യം ഇതുവരെ കാണാത്ത തരം പോർവിളികളാണ്. തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ ഉന്നതതല സംഘം കമ്മീഷന്റെ ഫുൾ ബെഞ്ചുമായി 2.5 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചയാണ് നടത്തിയത്. ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന അഭിഷേക് ബാനർജി ഓരോ മിനിറ്റിലും രാജ്യത്ത് നടക്കുന്ന വിവരങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ 58 ലക്ഷം പേരെ നീക്കം ചെയ്യാൻ കമ്മീഷൻ നീക്കം നടത്തുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ റോഹിംഗ്യകളാണെന്നും ബംഗ്ലാദേശികളാണെന്നും BJP നടത്തുന്ന പ്രചാരണത്തെ അദ്ദേഹം കമ്മീഷന് മുന്നിൽ നിരത്തി വെല്ലുവിളിച്ചു. നീക്കം ചെയ്യപ്പെട്ട 58 ലക്ഷം പേരിൽ എത്ര പേർ വിദേശികളാണെന്ന് പട്ടിക സഹിതം പുറത്തുവിടാൻ കമ്മീഷന് ധൈര്യമുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതിന് മറുപടി നൽകാൻ കഴിയാതെ കമ്മീഷൻ പരുങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ കമ്മീഷൻ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പുകളിൽ വലിയ തോതിൽ തിരിമറി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥൻ എല്ലാം കൃത്യമാണ് എന്ന് ആപ്പിൽ രേഖപ്പെടുത്തിയാലും വോട്ടർക്ക് ഹിയറിംഗിന് ഹാജരാകാനുള്ള നോട്ടീസ് ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്ന വിചിത്രമായ സാഹചര്യമാണുള്ളത്. ഇത് മനഃപൂർവ്വം വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കാനാണെന്ന് TMC ആരോപിക്കുന്നു. മുതിർന്ന പൗരന്മാരോടും രോഗികളോടും കമ്മീഷൻ കാണിക്കുന്ന ക്രൂരതയും അദ്ദേഹം തുറന്നുകാട്ടി. 85 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്ന ഇളവുകൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കും നൽകണമെന്ന ആവശ്യം കമ്മീഷൻ തള്ളിക്കളഞ്ഞു. ചർച്ചയ്ക്കിടെ ഉന്നയിച്ച കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വന്നപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ദേഷ്യപ്പെടുകയും വിരൽ ചൂണ്ടി സംസാരിക്കുകയും ചെയ്തതായും അഭിഷേക് ബാനർജി മാധ്യമങ്ങളോട് പറഞ്ഞു. നിങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ്, ഞങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് വിരൽ താഴ്ത്തി സംസാരിക്കൂ എന്ന് തനിക്ക് മറുപടി നൽകേണ്ടി വന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന കൃത്യമായ കണക്കുകളും അഭിഷേക് ബാനർജി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തി. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുമ്പോൾ ബംഗാളിനെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു. BJP ഭരിക്കുന്ന ഗുജറാത്തിൽ 10% വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴും തമിഴ്നാട്ടിൽ 12%-ലധികം പേരെ നീക്കം ചെയ്തപ്പോഴും അവിടെ ഒന്നും കാണാത്ത തരം പ്രത്യേക നിരീക്ഷകരെയും മൈക്രോ ഒബ്സർവർമാരെയും ബംഗാളിലേക്ക് മാത്രം അയക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ബംഗാളിൽ വെറും 5% പേരെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. എന്നിട്ടും ബംഗാളിനെ മാത്രം വേട്ടയാടാൻ കമ്മീഷൻ പ്രത്യേക താല്പര്യം കാണിക്കുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു. മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കമ്മീഷന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചായിരുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഔദ്യോഗിക സർക്കുലറുകളിലൂടെയും നോട്ടിഫിക്കേഷനുകളിലൂടെയുമാണ് ഉത്തരവുകൾ ഇറക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണം നടക്കുന്നത് വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെയാണെന്ന് അഭിഷേക് ബാനർജി ആരോപിച്ചു. കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഭയന്നാണ് ഔദ്യോഗിക ഉത്തരവുകൾ നൽകാതെ വാട്സ്ആപ്പ് വഴി നിയമവിരുദ്ധ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത്. വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട BLOമാരെ ഹിയറിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രവേശിപ്പിക്കില്ല എന്ന കമ്മീഷന്റെ വാക്കാലുള്ള നിർദ്ദേശത്തെ അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്തു. വോട്ടെടുപ്പ് ദിവസം ബൂത്തിലിരിക്കാൻ അനുവാദമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വോട്ടർ പട്ടിക പരിശോധനയിൽ നിന്ന് എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്ന ചോദ്യത്തിനും കമ്മീഷന് ഉത്തരമുണ്ടായിരുന്നില്ല. തൊഴിലിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയ കുടിയേറ്റ തൊഴിലാളികളെ വോട്ടർ പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കാൻ നീക്കം നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതിയെന്ന് നേരത്തെ പറഞ്ഞ കമ്മീഷൻ ഇപ്പോൾ ഹിയറിംഗിനായി അവരോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്താൻ വെറും 5 ദിവസത്തെ സമയം മാത്രം നൽകുന്നത് പ്രായോഗികമല്ലെന്നും ഇത് വോട്ടർമാരെ പട്ടികയ്ക്ക് പുറത്താക്കാനുള്ള തന്ത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും BJP നേടിയ വിജയത്തിന് പിന്നിൽ വോട്ടർ പട്ടികയിലെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളാണെന്ന് അഭിഷേക് ബാനർജി ആരോപിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിലല്ല, മറിച്ച് വോട്ടർ പട്ടികയിലാണ് യഥാർത്ഥ അട്ടിമറി നടക്കുന്നത്. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ ഡിജിറ്റൽ മോഷണം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ബംഗാളിൽ തങ്ങൾ ഈ കള്ളക്കളി കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറായാൽ ആരാണ് കള്ളം പറയുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എത്രയൊക്കെ വേട്ടയാടിയാലും EDയെയും CBIയെയും കാട്ടി ഭയപ്പെടുത്തിയാലും ഈ വോട്ട് മോഷണത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അഭിഷേക് ബാനർജി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. വോട്ടർമാരല്ല ഇനി സർക്കാർ ആരാകണമെന്ന് തീരുമാനിക്കുന്നത്, മറിച്ച് സർക്കാർ തീരുമാനിക്കുന്നവരാണ് വോട്ടർമാർ എന്ന അപകടകരമായ അവസ്ഥയിലേക്ക് രാജ്യം മാറിയതായും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങളെ പഴിക്കുന്നവർ കാണാതെ പോകുന്നത് വോട്ടർ പട്ടികയിൽ നടക്കുന്ന ഈ മാജിക് ആണെന്ന് അഭിഷേക് ബാനർജി പറഞ്ഞു.